ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ മനസ്സിലാകുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇവിടെ ഇപ്പോൾ ഹാർഷ് പ്രൂണിങ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇത്. ചേട്ടൻ കടും വെട്ടാണ് വെട്ടിയിരിക്കുന്നത്, അടിയിൽ നിന്ന് തന്നെ വെട്ടിയിരിക്കുകയാണ് അല്ലേ? ഇത് നോർമലി നമ്മൾ ഹാർഷ് പ്രൂൺ ചെയ്യുന്ന പറഞ്ഞ ഒരു 7 അടി, അതായത് ഒരു വലിയ മരം 40 അടിയുള്ള മരത്തിന് 7 അടി പൊക്കത്തിൽ വെച്ചിട്ട് നമ്മൾ കടും വെട്ടി വെക്കണം. അതാണ് ഈ കാണുന്നതൊക്കെ അതേപോലെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നേക്കണേ. അത് നോർമലി നമ്മളൊരു 15 അടി 20 അടി താഴെ ഹൈറ്റ് ക്രമീകരിക്കാനുള്ള ഒരു ഹാർഷ് പ്രൂണിങ്. ഇനി വേറെ തരത്തിലുള്ള ഹാർഷ് പ്രൂണിങ് ഉണ്ട്, എന്ന് പറയുന്നത് നിലത്ത് വെച്ച് വെട്ടുന്നത്. അതാണ് ഈ കാണുന്നത്, നിലത്ത് ചേർത്ത് വെച്ച് വെട്ടിയേക്കാണ്. ചേർത്ത് വെച്ച് വെട്ടുന്ന സമയത്ത് അതിൻ്റെ ബഡ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഹൈറ്റിലേക്ക് പോകില്ല. 10 അടി 11 അടി 12 അടിയിൽ ഹൈറ്റ് ക്രമീകരിക്കപ്പെട്ടു. ഇതിപ്പോൾ അടുത്ത വർഷം ഇതിൽ നിറച്ച് കൈയായിരിക്കും. കാരണം എനിക്കൊരു മുമ്പത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വലയിടാനും ബുദ്ധിമുട്ടില്ല, പറിക്കാനും ബുദ്ധിമുട്ടില്ല. ഇത് എവിടെയാണെന്ന് പറയാം ആപ്ലിക്കബിൾ. ഇതൊരു കമേഴ്ഷ്യൽ കൃഷിയിടം അല്ല. ഇത് കമേഴ്ഷ്യൽ കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലത്. കാരണം ഇത് ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിൽ ഒരു 200-300 കിലോ വരുന്ന രീതിയിലേക്കാവും. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 60-70 കിലോ ഒക്കെ വരുള്ളൂ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളൊരു റിസോർട്ടുണ്ട്, നമുക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു 5-10 റിസോർട്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് കാര്യമുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇടയ്ക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇടയ്ക്ക് കായ പറിച്ച് തിന്നാനും, അതായത് നിലത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ കായ പറിച്ച് തിന്നാനും ഇടയ്ക്ക് ഇവിടെ ഒരു ചെയറിട്ട് ഇരിക്കാനും വേണ്ട ഒരു കൺസെപ്റ്റ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ റംബൂട്ടാൻ വെച്ചിട്ട് ഇതേപോലെ കടുംവെട്ട് ചേർത്ത് വെച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ രീതിയിൽ വരും. ഇതൊക്കെ ഒരു ഐഡിയ ആണ്. ഇതുകൊണ്ട് തന്നെ വിമർശിച്ചു വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്പാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് ആൾക്കാർക്ക് വിജയിച്ചു എന്നൊന്നും പറയാനില്ല. പക്ഷേ ഇതൊരു സ്പാർക്ക് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതിൻ്റെ ഒരു കാര്യമാണ്. ഇത് ചേർത്ത് വെച്ചിട്ട് ഇത് E35 ആണ് മഞ്ഞ. ഇത് N18 ആണ്. N18 തന്നെ നല്ലൊരു ബ്രീഡാണ്, ശരിക്കും നല്ല ബ്രീഡാണ്. ഈ E35 നോർമൽ പ്ലാന്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ 1-2 ഹട്ടുകളൊക്കെ ഉണ്ടാക്കേണ്ട വന്നാൽ ഒരു ഫാം ഹൗസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതിന് ആരെങ്കിലും ചെയ്തോട്ടെ. കാരണം ഇന്നത്തെ ഫാമിംഗ് എന്ന് പറയുന്നത് 1-2 കോട്ടേജുകളും ഒരു ഫാമിംഗ് ടൂറിസവും കുറച്ച് കൃഷിയിടവും കുറച്ച് നമ്മുടെ മെൻ്റൽ റിലാക്സേഷനൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസ വരുള്ളൂ. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ പൈസ വരുന്ന സമയത്ത് ഇപ്പിച്ച് നമുക്ക് എതിരെ ക്ലൈമറ്റ് കുറച്ച് എതിരായാൽ കൂടിയിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പിടിച്ചു നിൽക്കണം. ഏത് മോശം സാഹചര്യത്തിൽ ഏത് വെല്ലുവിളിയിൽ ഫേസ് ചെയ്തിട്ട് ഒരു കർഷകൻ പിടിച്ചു നിൽക്കണം. അതാണ് കർഷകന് പുതിയ ആശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ഒരു ഐഡിയാസും കൂടി ഒന്നിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം നേടാനായിട്ട് കഴിയും. ഒരു ഇതിൻ്റെയൊക്കെ ഞാൻ ഇതിൻ്റെ പറയുന്നതിൽ ഒരു പകുതി ആശയം ഈ നിൽക്കുന്ന മനുഷ്യൻ്റെയാണ്. പുള്ളി ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുള്ളിനെ നമുക്ക് വേറെ ദിവസം പ്രസൻറ്റ് ചെയ്യാൻ എന്തായാലും. ജോർജ് ചേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാനേജർ. ഓക്കെ, ആളുടെ ഐഡിയാസ് ആണ് ഇതെല്ലാം അല്ലേ? ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു പ്ലാന്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ? അതെ, ഇത് റോങ് റിയാന, പക്ക ഒറിജിനൽ റോങ് റിയാനാണിത്. ഈ കായകളുണ്ടോ? ഇതിലൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് നിറച്ച് കായ ഉണ്ടാവും, ഒന്നും കൊഴിയില്ല. കൊഴിച്ചിലില്ലാത്തൊരു പ്ലാന്റാണ് റോങ് റിയാൻ. കണ്ടാലും സ്കൂൾ ബോയ് അവിടെ പറഞ്ഞ മാതിരി സ്കൂൾ ബോയുടെ രീതി ഉണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ റോങ് റിയാനാണ്. മുകളിൽ ഡൈ വരുന്നുണ്ട്. കൊഴിച്ചിലില്ല എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. കൊഴിച്ചിലില്ല. പക്ഷേ N18 അത്ര പ്രൊഡക്ഷൻ ഇല്ല. അത് 300 150 ഉണ്ടാവുള്ളൂ. കായ്ക്ക് നല്ല ഷേപ്പ് ഉണ്ടാവും. കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ സാധനം. കാരണം നല്ല റൗണ്ട് ഷേപ്പാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടത്. N18 എന്ന് പറയുന്നത് അവിടെ മലേഷ്യയിലുണ്ടായി, നമ്മുടെ ഹോം ഗ്രൗണ്ട് വഴിയായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുന്നു. പക്ഷേ അതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ വന്നിരുന്ന വിദേശപ്പഴം ഈ റോങ് റിയാനായിരുന്നു. ഓക്കെ, മനസ്സിലായി. അടുത്തൊരു ഇനം റംബൂട്ടാനാണ് സ്കൂൾ ബോയ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് N18 അപേക്ഷിച്ച് വലിപ്പം കുറവായിരിക്കും. നല്ല രുചിയും മധുരവും ഒക്കെയുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ വെക്കാനാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഇനം തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ പറയാനാണെങ്കിൽ നമുക്ക് ഇതിന് കൊഴിച്ചിൽ കുറവുള്ളൊരു ഇനമാണ്. നമ്മുടെ N18 ഒരുപാട് കൊഴിയുന്നു എന്ന് പരാതി ഉണ്ടല്ലേ? നമ്മൾ ഈ വീഡിയോ എടുത്തത് കുറച്ച് മുന്നേയാണ്. അതുകൊണ്ടാണ് ഇതിൽ ചെറിയ കായ്കൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അറിവുകൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകും. അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.